ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മനോഹരമായൊരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. ആ ഗ്രാമത്തിന്റെ അടുത്തായി ഒരു തിങ്ങി നിറഞ്ഞ വലിയ കാടും ഉണ്ടായിരുന്നു. ആ കാടിനുള്ളിൽ ഒരു മനോഹരമായ നദിയും ഉണ്ടായിരുന്നു. ആ നദി ഗ്രാമജനങ്ങൾക്ക് വളരെ അത്യാവശ്യമുള്ള ഒന്നായിരുന്നു. കാരണം ഗ്രാമജനങ്ങൾക്ക് എല്ലാവർക്കും ആ നദിയിൽ നിന്നാണ് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കവർച്ച കൊള്ളാമായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ തന്നെ പോയാൽ ഞാൻ വളരെ വേഗം തന്നെ പണക്കാരനായി മാറുമെന്ന് തോന്നുന്നു. ആ മരം എവിടെ പോയി? ദാ ഇനി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന പണം അല്ല കഷ്ടപ്പെട്ട് മോഷ്ടിച്ചു കൊണ്ടുവന്ന പണം ഇവിടെ തന്നെ വെച്ചേക്കാം. ഈ കുളം കാണാൻ കൊള്ളാമല്ലോ. കുറച്ചു നേരം കുളിച്ചാൽ നല്ല സുഖമായിരിക്കും. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടല്ലോ. എന്താ ഇത്? ആരാ വരുന്നത്? ഒരുപക്ഷെ ഇയാൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ? ഇപ്പോൾ ആ സ്ഥലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിസിറ്ററിന്റെ പേര് രമൺ. ഗ്രാമജനങ്ങൾ എല്ലാവരും രമണിനെ ഒരു മന്ദബുദ്ധി എന്നാണ് വിളിക്കാറുള്ളത്. കാരണം അയാൾ ഒരു സാധാരണ ജീവിതമാണ് ജീവിച്ചു കൊണ്ടുവന്നത്. ഇത് കാരണം ഗ്രാമജനങ്ങൾ എല്ലാവരും അയാളെ കളിയാക്കുമായിരുന്നു. ഗ്രാമജനങ്ങളുടെ കളിയാക്കലിൽ നിന്ന് രക്ഷപ്പെടാൻ രമൺ കുറച്ച് മനസമാധാനം അന്വേഷിച്ച് ഇടയ്ക്കിടെ ഈ നദിയുടെ അടുത്ത് വന്ന് ഇരിക്കും. ഇവിടെ വരുമ്പോൾ എനിക്ക് നല്ല ആശ്വാസം കിട്ടും. ഈ കുളത്തിന്റെ അടുത്തിരിക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണ്. സുന്ദരമായ കുളമേ, ഞാൻ നിന്നിലേക്കിതാ വരുന്നു. നിന്റെ സന്തോഷം ഞാനും അനുഭവിക്കാൻ പോകുന്നു. വെള്ളത്തിൽ കുളിക്കൂ, സന്തോഷിക്കൂ. വെള്ളത്തിൽ കുളിക്കൂ, സന്തോഷിക്കൂ. അയ്യോ, ഇത് എന്താ? ഈ വെള്ളത്തിനടിയിൽ എന്തോ ഉണ്ട്. ഇതുവരെ ഞാൻ കാണാത്ത എന്തോ ഒന്നാ. അയ്യോ, നീ ഏതാ? ഞാൻ പിടിക്കപ്പെട്ടല്ലോ. ഇയാൾ എന്നെ കണ്ടല്ലോ. ഇയാൾ ഒരുപക്ഷെ ഗ്രാമത്തിൽ പോയി പറഞ്ഞാൽ അവര് വന്ന് എന്നെ പഞ്ഞിക്കിടും. ഇയാളെ കണ്ടാൽ ഒരു പൊട്ടനെ പോലെയുണ്ട്. ശരി, ഒന്ന് ചെക്ക് ചെയ്യാം. ഹലോ, നിങ്ങൾ ആരാ? ഞാൻ ഈ കുളത്തിന്റെ ആത്മാവാണ്. കുളത്തിന്റെ ആത്മാവോ? എനിക്ക് മനസ്സിലാകുന്നില്ല. കുളത്തിനൊക്കെ ആത്മാവുണ്ടോ? നിനക്ക് എന്തൊരു ധൈര്യമാണ് ഞാൻ കള്ളം പറയുന്നെന്ന് പറയുന്നു, വിഡ്ഢിയായ മനുഷ്യ. ക്ഷമിക്കൂ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. സത്യത്തിൽ ഇത് കുളത്തിന്റെ ആത്മാവ് തന്നെയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത്ര നേരം ഈ വെള്ളത്തിനടിയിൽ നിൽക്കാൻ പറ്റുമോ? സത്യത്തിൽ ഇയാളൊരു മണ്ടനാണെന്ന് തോന്നുന്നു. ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇയാളെ പേടിപ്പിച്ചു. ശരി, കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം. തന്നെ കാണുമ്പോൾ ഒരു നല്ല വ്യക്തിയാണെന്ന് തോന്നുന്നു. താൻ വിഷമിക്കണ്ട. താങ്ക് യു സാർ. അതായത് ആത്മാവേ, ഞാൻ അധിക നേരം വെള്ളത്തിൽ നിന്നും വെളിയിൽ വരില്ല. എപ്പോഴും ഞാൻ വെള്ളത്തിന്റെ അടിവശത്തായിരിക്കും. അതെ, ഇതുവരെ ഞാൻ നിങ്ങളെ കണ്ടിട്ടേയില്ല. ശരി, നിങ്ങൾ അതിനുള്ളിൽ എന്താ സാർ ചെയ്യുന്നത്? അത് ഞാൻ ഈ കുളത്തിന്റെ ആത്മാവല്ലേ. എനിക്ക് അവിടെ ചെയ്യാൻ ഒരുപാട് ജോലിയുണ്ടെന്നേ. എന്ത് ജോലി? അയ്യോ, യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും ഇത്രയും മണ്ടനാകാൻ പറ്റുമോ? ഞാൻ ഈ കുളത്തിന്റെ അടിയിലുള്ള ഒരു നിധി സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നിധിയോ? ഈ കുളത്തിന്റെ അടിത്തട്ടിൽ നിധിയൊക്കെ ഉണ്ടോ? ഇയാൾ സത്യത്തിൽ ഒരു മണ്ടൻ തന്നെയാ. അതെ, സത്യം. പിന്നെ താൻ എന്താ കരുതിയത്? അവിടെ ഇരുന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ അവിടെ ഇരുന്നിട്ട് പിന്നെ എന്തു ചെയ്യാനാ? എന്നോട് ക്ഷമിക്കൂ സാർ. ഇതുവരെ ഞാൻ നിധിയൊന്നും കണ്ടിട്ടേയില്ല. എനിക്കത് കാണാൻ പറ്റുമോ? വിഡ്ഢിയെ പോലെ സംസാരിക്കാതെ. നീ സാധാരണ ഒരു മനുഷ്യനാണ്. നിന്നെ എനിക്ക് നദിക്കുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ എന്താ സാർ? നിനക്ക് ശ്വാസം പിടിച്ചു നിർത്താൻ പറ്റുമോ മണ്ട? അത് ശരിയാ. ശരിയാണ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ശ്വാസം വിടാൻ പറ്റുന്നു? പറയൂ സാർ. എന്റെ ദൈവമേ, ഞാനൊരു ആത്മാവാടോ, പ്രേതം. ഈ പ്രേതങ്ങൾക്കൊക്കെ ശ്വാസം വിടേണ്ട കാര്യമുണ്ടോടോ? മനസ്സിലായി. ഇയാളോട് സംസാരിച്ചാൽ ചിരിച്ച് ചാകും. എന്നാൽ എനിക്ക് സത്യമായിട്ടും നിധി കാണാൻ ആഗ്രഹമുണ്ട്. അത് കാണാൻ ഒരു വഴിയുമില്ലേ? പ്ലീസ് സാർ, പ്ലീസ്. ഇയാളുടെ മണ്ടത്തരം എനിക്കൊന്ന് ഉപയോഗിച്ചാലോ? ശരി, തന്നെ കണ്ടാൽ ഒരു നല്ല വ്യക്തിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, നിന്നെ ഉറപ്പായും ഞാൻ ആ നിധി കാണിക്കാം. അയ്യോ, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ വെള്ളത്തിനടിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമോ? ഇല്ല, അവിടെ തന്നെ നിൽക്ക്. നിന്നെ വെള്ളത്തിനടിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല.
എന്നാൽ അതിന് ഒരേ ഒരു വഴിയുണ്ട്. എന്താ? ഞാൻ ആ നിധി നിന്റെ കയ്യിൽ കൊണ്ടുതരാം. മുഴുവനും തരില്ല, അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം. സത്യമായിട്ടും? അതെ അതെ. എന്നാൽ നീ അതിന് കുറച്ച് വില തരേണ്ടി വരും. എന്ത് വില? നീ ഈ കുളത്തിന് എന്തെങ്കിലും നൽകേണ്ടി വരും. ഓഹോ, ഈ ടിക്കറ്റ് ഒക്കെ വാങ്ങുന്നത് പോലെ അല്ലേ? ആഹാ, ഏകദേശം അതുപോലെ തന്നെ. എന്നാൽ ഇതിന് നീ പണം നൽകണം. എത്രയാ? നിന്റെ കയ്യിൽ എത്രയുണ്ട്? എന്റെ കയ്യിൽ വെറും 5 സ്വർണ്ണ നാണയമേ ഉള്ളൂ. സ്വർണ്ണ നാണയങ്ങളോ? എല്ലാ ദിവസവും ഇങ്ങനത്തെ മണ്ടന്മാരെ കിട്ടിയാൽ നന്നായിരുന്നു. അത് മതിയാകുമോ സാർ? അത് മതിയെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നിനക്ക് വേണ്ടി ഓക്കെ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം സാർ? നീ അത് ഈ കുളത്തിന് നൽകണം. ഓരോന്നായി അത് നീ ഈ കുളത്തിലേക്ക് ഇട്ടേക്ക്. ശരി ശരി, ഇത് വളരെ ഈസിയാണ്. എന്നാൽ നിങ്ങൾ നിധി എന്നെ കാണിക്കുമല്ലോ അല്ലേ? നിനക്ക് ആ നിധിയിൽ നിന്നും വജ്രങ്ങൾ വരെ എടുക്കാം. യഥാർത്ഥ വജ്രമോ? അതെ അതെ, പിന്നെ അല്ലാതെ. കുളം ഡ്യൂപ്ലിക്കേറ്റ് എന്തെങ്കിലും വെച്ചിരിക്കുമോ? ശരി ശരി, എടുത്തോ. 1 2 3 4 5 ഇട്ടു. ശരി ശരി, നീ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ വെള്ളത്തിന്റെ അടിയിൽ പോയി ആ നിധി എടുത്തുകൊണ്ടുവന്ന് നിന്നെ കാണിക്കാം. ശരി ശരി, നന്നായി. നിങ്ങൾ എപ്പോൾ തിരിച്ചു വരുന്നോ അതുവരെ ഞാൻ ഈ കല്ലിലിരിക്കാം. എടാ വിഡ്ഢി, ഈ കുളമെന്താ ചെറുതാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഇതിന് നല്ല ആഴമുണ്ട്. എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാ. ഇപ്പോൾ നീ വീട്ടിൽ പോ. നാളെ വാ, നാളെ ഞാൻ നിധി കാണിക്കാം. സത്യമായിട്ടും? ആഹാ സത്യം. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഈ കുളം കാണാൻ നല്ല ആഴമുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ശരി ശരി, പോ, നാളെ വാ. ശരി കുളത്തിന്റെ ആത്മാവേ, ബൈ. നമുക്ക് നാളെ കാണാം. ഇത് നല്ല എളുപ്പമുള്ള ജോലിയാണല്ലോ. ഈ ലോകത്തിലുള്ള എല്ലാ മണ്ടന്മാരും എന്റെ അടുത്ത് വന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ശരി ശരി, ഇനി കുറച്ച് സമയം കൂടി നന്നായി ഒന്ന് നീന്തിയേക്കാം. രമൺ, താൻ ഈ സമയം കാട്ടിൽ എന്ത് ചെയ്യുവാ? ഞാൻ വെറുതെ കാടൊന്ന് കറങ്ങിക്കാണാൻ വന്നതാ. ഇല്ല 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 ഇല്ല, എന്തോ ഒരു കാര്യമുണ്ട്. നീ നല്ല സന്തോഷത്തിലാണല്ലോ. എന്തോ ഒന്ന് ഉറപ്പായും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഞാനത് നിങ്ങളോട് പറയാൻ പാടില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? ഞങ്ങളോടും ഒന്നും പറയുന്നേ. ഇന്ന് വീണ്ടും മണ്ടത്തരമായി താൻ എന്താ ചെയ്തത്? ശരി ശരി ശരി, എന്നെ വെറുതെ വഴക്ക് പറയല്ലേ. ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. എന്താ അത്? ഇന്നത്തെ ദിവസം സത്യമായിട്ടും അടിപൊളിയായിരുന്നു. നിങ്ങൾക്കറിയാമോ, ആ കുളത്തിന്റെ ആത്മാവ് വെളിയിൽ വന്നു. കുളത്തിന്റെ ആത്മാവോ? നിങ്ങൾ അറിയാൻ വഴിയില്ല. അത് കുളത്തിന്റെ അടിയിലുള്ളൊരു നിധിക്ക് കാവൽ കാക്കുകയാണത്രേ. നിധിയോ? നിങ്ങൾക്കറിയാമോ, അതിന്റെ ഒരു പങ്ക് നാളെ എനിക്ക് കിട്ടാൻ പോകുന്നു. അതാണ് വജ്രം. എടോ, താൻ എന്തൊക്കെയായി ഈ പറയുന്നത്? അയ്യോ, ഇത് കേൾക്കൂ. സത്യം എന്തെന്നാൽ ഞാൻ വെറുതെ കറങ്ങി നടന്നതാ. ഒരു നിമിഷം. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങളെല്ലാം ആ കുളത്തിലേക്ക് ഇട്ടോ. അതുകൊണ്ടാണ് നിനക്ക് നാളെ രാവിലെ സ്വർണത്തിന് പകരം വജ്രം കിട്ടുന്നത് അല്ലേ? ഞങ്ങളെയും ആ ആത്മാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാമോ? ഞങ്ങൾക്കും അതിനെ കാണണമെന്നുണ്ട്. സത്യമായിട്ടും? അതെ അതെ, സത്യമായിട്ടും. ശരി ശരി, എന്നാൽ വേറെ ആരോടും പറയരുത്. ആത്മാവിന് ചിലപ്പോൾ ദേഷ്യം വരും. താൻ വിഷമിക്കണ്ട, ഞങ്ങൾ ആരോടും പറയില്ല. അയ്യോ, ഇതാരാ വീണ്ടും വെള്ളത്തിന്റെ അകത്ത് ഒളിച്ചിരുന്നേക്ക? കുളത്തിന്റെ ആത്മാവേ, ഞങ്ങൾ നിന്നെ കാണാൻ വന്നിരിക്കുവാ. ഞങ്ങളുടെ ചങ്ങാതി രമൺ പറഞ്ഞത് അവൻ നിന്നെ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന്. പ്ലീസ്, ഞങ്ങൾക്കും ആ അവസരം തരൂ. പ്ലീസ് പ്ലീസ്, ഞങ്ങൾ നിങ്ങളുടെ അനുഗ്രഹം വാങ്ങിക്കാൻ കാത്തിരിക്കുകയാ. ഈ മണ്ടൻ പോയി വേറെ കുറെ മണ്ടന്മാരെ വിളിച്ചുകൊണ്ട് വന്നെന്ന് തോന്നുന്നു. ഈ ഗ്രാമം തന്നെ ഇനി മണ്ടന്മാരുടെ ഗ്രാമമാണോ? ഇവിടെ നോക്കൂ, നിങ്ങൾ എല്ലാവരും യഥാർത്ഥത്തിൽ നല്ല ഭാഗ്യം ചെയ്തവരാണ്. അതുകൊണ്ടാ ഞാനിന്ന് വെള്ളത്തിന്റെ മുകളിൽ വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾ അറിയുകയേ ഇല്ലായിരുന്നല്ലോ. പ്ലീസ് സാർ, ഞങ്ങൾക്കും ആ സ്വർണ്ണ നിധി കാണണം. അതെ അതെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ആ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കാണുമല്ലോ. സാർ, എന്റെ കയ്യിൽ 3 സ്വർണ്ണ നാണയങ്ങളുണ്ട്. അതെ, എന്റെ കയ്യിൽ 2. നല്ല കാര്യം, വളരെ നല്ല കാര്യം. എന്നാൽ അങ്ങനെ തന്നെ ചെയ്തോളൂ. ഓരോന്നായി സ്വർണ്ണ നാണയങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇട്ടേക്കൂ. അതിനുശേഷം നിങ്ങളെ ഞാൻ ആ സ്വർണ്ണ നിധി കാണിക്കാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് കുറച്ച് മുത്തുപവിഴങ്ങൾ കിട്ടുമോ?
എനിക്ക് കുറച്ച് റൂബിയും വേണം. ശരി ശരി, നിങ്ങൾ എന്തു പറയുന്നോ അങ്ങനെ. വാ, സ്വർണ്ണ നാണയം ആദ്യം ഈ കുളത്തിലേക്കിടൂ. ശരി. ആ, നീ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ കുളത്തിന്റെ ആത്മാവാടാ. ആ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ കാരണം ആത്മാവിന് ദേഷ്യം വരും. എടോ, അത് ആത്മാവും തേങ്ങയും ഒന്നുമല്ല. അതെ അതെ, ഇവനാണ് ബല്ലു, ഒരു കവർച്ചക്കാരനാ. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരുപാട് മോഷണം ഇവനാ ചെയ്യുന്നത്. അതെ അതെ, ഇന്നലെയും ഞങ്ങളുടെ ഗ്രാമത്തിൽ മോഷണം പോയി. പറയടാ ബല്ലു, സത്യം പറയേ, എല്ലാം നീ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ തല്ലി തല്ലി കൊല്ലും. ഇല്ല ഇല്ല, വേണ്ട വേണ്ട, എന്നെ അടിക്കല്ലേ. ഞാൻ എല്ലാം എടുത്ത് ആ മരത്തിന്റെ പൊത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബല്ലു എന്നൊരു കള്ളൻ കൈയോടെ തന്നെ പിടിക്കപ്പെട്ടു. പിന്നെ ഇതിലെ കൗതുകകരമായ മറ്റൊരു വിഷയം എന്തെന്നാൽ, അവൻ ആരുടെയും ബുദ്ധിശാലിത്തനം കൊണ്ട് പിടിക്കപ്പെട്ടതല്ല. അവൻ പിടിക്കപ്പെട്ടത് ഒരു ഗ്രാമവാസിയുടെ മണ്ടത്തരത്തിലൂടെയാണ്. എന്നാൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ആ കള്ളൻ മോഷ്ടിച്ച സ്വർണമെല്ലാം അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചെടുത്തുകൊണ്ടുപോയി അതിന്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് അത് കൊടുത്തു. അതിനോടൊപ്പം രമണിനും ആ സ്വർണത്തിന്റെ മുതലാളി സമ്മാനമായി 5 സ്വർണ്ണ നാണയവും കൊടുത്തു. പിന്നെ രമണും ഒരു നല്ല പാഠവും പഠിച്ചു. അതെന്തെന്നാൽ, അറിയാത്ത ഒരാളെ അന്ധമായി ഒരിക്കലും വിശ്വസിക്കാനേ പാടില്ല എന്ന്.